നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചിങ്ങനെ ഇരിക്കുമെങ്കിലും എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ ഞാൻ മറക്കാറില്ല കേട്ടോ. പിന്നെ ഹോസ്റ്റലിൽ നാട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും ഹെയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ ഡാൻഡ്രഫും എല്ലാത്തിനും പരിഹാരമായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ചെറുതായി എണ്ണ ചൂടാക്കുമ്പോൾ തന്നെ കുറച്ച് ഉള്ളിയും പിന്നെ റോസ്മേരിയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ബെറ്ററാണ് കേട്ടോ. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലൊരു പാക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് യാതൊരു ചിലവുമില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികളെല്ലാം പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർക്കുള്ള അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളി മാത്രം നമുക്ക് വീട്ടിൽ നിന്ന് ആവശ്യമുള്ളൂ. പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, വെള്ളത്തിന് പകരം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഹെയറിന് അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ 20 to 30 മിനിറ്റ്സ് ഹെയറിൽ വെക്കുക. പിന്നെ തണുപ്പുള്ളവരെ പ്രത്യേകം സൂക്ഷിക്കണം, ഒരുപാട് നേരം വെക്കരുത്. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നും. വീക്കിലി വൺസ് ഒക്കെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഹെയറിൽ ഇതൊക്കെ തേക്കുമ്പോൾ നല്ലൊരു ഇറക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് വണ്ടി നിന്നുപോയി. നീണ്ട പോസ്റ്റിനൊടുവിൽ വണ്ടിയൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ്. വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വായും പൊളിച്ചിരുന്ന ആരായാലും ക്ഷീണിച്ചു പോയില്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ജ്യൂസിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും അമ്മ വിളിച്ചു. അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത യാത്ര അമ്മയുടെ ഒപ്പം.